സൗദി അറേബ്യയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നേരിട്ടൊരു വിമാനം പറന്നിട്ട് ഇതിപ്പോൾ ഒരു വർഷമാകാൻ പോവുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് അവസാനമായി എയർ ഇന്ത്യ എക്സ്പ്രസ് നേരിട്ടൊരു വിമാന സർവീസ് തിരുവനന്തപുരത്തേക്ക് സൗദിയിൽ നിന്നും നടത്തിയത്. ഇതിനുശേഷം നേരിട്ട് വിമാന സർവീസ് വേണമെന്നുള്ള പ്രവാസികളുടെ ആവശ്യത്തിന് ഇതുവരെ പരിഗണന ലഭിച്ചിട്ടില്ല. എന്താണ് തിരുവനന്തപുരത്തുകാരും കൊല്ലത്തുകാരും പത്തനംതിട്ടക്കാരും ഇതുവഴി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? സൗദിയുടെ വിദൂര ദിക്കിലുള്ളവർ പോലും ഏറെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ യാത്ര നടത്തുന്നത്. ഇതിനൊരു പരിഹാരം വേണ്ടേ? സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ നിലച്ചിട്ട് മാസങ്ങളാവുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പൂർണ്ണമായി അവസാനിപ്പിച്ചതോടെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള 10,000-കണക്കിന് പ്രവാസികളാണ് യാത്രാ ദുരിതത്തിലായിരിക്കുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ്, വാണിജ്യ നഗരമായ ജിദ്ദ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള സർവീസുകൾ നിർത്തലാക്കിയത് സൗദി മലയാളി സമൂഹത്തിനിടയിൽ കടുത്ത അമർഷത്തിനും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാരാണ് ഇതിൻ്റെ ദുരിതം കൂടുതൽ അനുഭവിക്കുന്നത്. പ്രധാനമായും ഈ കമ്പനി ജോലിക്കാർ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഉള്ള ഒരു ട്രിപ്പായിരിക്കും ഉണ്ടാവുക, കുറഞ്ഞ ദിവസത്തേക്ക്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് അവസാനം നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചേരുമ്പോഴത്തേക്ക് ലീവിൽ തന്നെ കുറേ പോയിട്ടുണ്ടാവും. പിന്നെ അമിതമായ ചാർജ്, സാധാരണ വൺ വേ ഒരു 1000 റിയാലിനൊക്കെ താഴെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 2000 റിയാൽ, 2100 റിയാലിനോളമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത് സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാൻ പറ്റുന്നതിലധികമാണ് ആ ഒരു ചിലവ്. നേരിട്ടുള്ള വിമാനങ്ങൾ ഇല്ലാത്തതിനാൽ തെക്കൻ കേരളത്തിലേക്കുള്ള പ്രവാസികൾക്ക് മറ്റ് നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങളെ ആശ്രയിക്കുകയോ കൊച്ചിയിലിറങ്ങി ദീർഘദൂരം റോഡ് മാർഗം യാത്ര ചെയ്യുകയോ മാത്രമാണ് ഏക വഴി. കണക്ഷൻ വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം മറ്റ് വിമാനത്താവളങ്ങളിൽ കാത്തിരിക്കേണ്ടി വരുന്നതിനോടൊപ്പം വലിയ തുക അമിത ചാർജ് നൽകേണ്ടി വരുന്നതും പ്രവാസി കുടുംബങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയാവുകയാണ്. ചുരുങ്ങിയ ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഈ സമയനഷ്ടവും യാത്രാ ദുരിതവും വലിയ തിരിച്ചടിയാണ്. തെക്കൻ കേരളത്തിലേക്ക് പോകുന്ന ഒരു പ്രവാസിക്ക്, അതായത് ജിദ്ദയിൽ നിന്നോ അല്ലെങ്കിൽ റിയാദിൽ നിന്നോ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകാനൊരു മാർഗം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പം ഞാൻ നിന്ന് ജോലി ചെയ്യുന്ന അബഹയിലാണ്. എനിക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒന്നുകിൽ ഷാർജ ഫ്ലൈറ്റ് കണക്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് സൗദി എയർലൈൻസ് കണക്ട് ജിദ്ദയോ റിയാദോ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം വേറൊരു മാർഗവും ഇല്ല. ഈ റിയാദിലോ ജിദ്ദയിലോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് നാട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് നിലവിലെ സാഹചര്യത്തിലില്ല. നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പം തെക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ, അതായത് പത്തനംതിട്ട, കൊല്ലം, ട്രിവാൻഡ്രം, ഈ 3 ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ട് കഴിഞ്ഞാൽ പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് റോഡ് മാർഗം തെക്കൻ കേരളം ഈ ജില്ലകളിലോട്ട് പോകുകയാണെങ്കിൽ റോഡ് വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണത്താൽ പ്രവാസികൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ആയി കാണുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിലവിലെ ഈ യാത്രാമാർഗം. അടിയന്തര ഘട്ടങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത്. സൗദിയിൽ മരണമടയുന്ന പ്രവാസികളുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്ന നടപടികളെ നേരിട്ടുള്ള വിമാന സർവീസുകളുടെ അഭാവം കഠിനമായി ബാധിച്ചിട്ടുണ്ട്. കണക്റ്റിംഗ് വിമാനങ്ങളിൽ ഭൗതിക ശരീരങ്ങൾ കയറ്റി അയക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളും വൈകലും ബന്ധുക്കൾക്കും ജീവകാരുണ്യ പ്രവർത്തകർക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ
വയോധികർ, രോഗികൾ, ഗർഭിണികൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾ എന്നിവർക്കും ഉംറ ഹജ്ജ് തീർത്ഥാടനത്തിനായി സൗദിയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്കും ഈ സാഹചര്യം താങ്ങാനാവാത്ത പ്രയാസങ്ങൾ സമ്മാനിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ നഴ്സുമാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മനസ്സിലാവും. കാരണം ചിലപ്പം ഈവൻ പേഷ്യൻസിന് പോലും ചില പേഷ്യൻസ് എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ പോകുന്നവരുണ്ടാവും, എമർജൻസി ട്രീറ്റ്മെൻറ്റിന് പോകുന്നവരുണ്ട്, ഈവൻ നഴ്സുമാർ എമർജൻസി ലീവ് അടിച്ച് പോകുന്നവരുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ, കുട്ടികളായിട്ട് പോകുമ്പോൾ, അതുപോലെ പാരൻസ്, പിന്നെ പ്രായമായിട്ടുള്ള പാരൻസൊക്കെ കൂടെ പോകുമ്പം വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും നമുക്കത് സമയനഷ്ടമാണ്, ഫിനാൻഷ്യലി വളരെ ലോസ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, ഫിസിക്കലി ഒത്തിരി ഞങ്ങൾ ടയേർഡ് ആവുന്നുണ്ട് ആ ഒരു യാത്രയിൽ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഈ നഴ്സുമാർ അനുഭവിക്കുന്നതാണ് ഈ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം. അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് ഫ്ലൈറ്റ് അങ്ങോട്ട് ജിദ്ദയിൽ നിന്നോ അല്ലെങ്കിൽ റിയാദിൽ നിന്നോ ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ നഴ്സുമാരെ പ്രതിനിധീകരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഞങ്ങൾ നഴ്സുമാർ മാത്രമല്ല, പൊതുവെ ഓൾമോസ്റ്റ് ഓൾ ദ എക്സ്പാട്രിയേറ്റ്സ് ഇൻ കേരള ദേ ആർ എക്സ്പീരിയൻസിങ് ദിസ് ഡിഫിക്കൽട്ടി. സോ അധികൃതർ അതിനുവേണ്ടി എന്തെങ്കിലും നടപടികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും. സൗദിയിലെ വിദൂര ദിക്കിലുള്ളവർക്ക് ആഭ്യന്തര വിമാനത്തിലും പിന്നീട് കണക്ഷൻ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലുമായി നാട്ടിലെത്താൻ 2 ദിവസത്തിലധികമാണ് സമയമെടുക്കുന്നത്. മടക്കയാത്രക്കും ഇത്ര തന്നെ സമയമെടുക്കുന്നതോടെ ആകെ ലഭിക്കുന്ന ഹ്രസ്വമായ അവധിയിൽ 5-6 ദിവസം യാത്രക്കും ഒരുക്കങ്ങൾക്കുമായി മാത്രം നഷ്ടപ്പെടുന്നു. അസീർ, ജീസാൻ, അൽബഹ, തബൂക്ക്, അൽജൗഫ്, ഹായിൽ, അറാർ തുടങ്ങിയ പ്രവിശ്യകളിൽ ജോലി ചെയ്യുന്ന മലയാളികളും നഴ്സുമാരും ഇതിൽ ഏറെ ബുദ്ധിമുട്ടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള നഴ്സുമാർ, അപ്പോൾ അവർക്ക് കൂടുതലും അവർ കൊച്ചിയിലാണ് പോയി ഇറങ്ങുന്നത് പലരും. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും വളരെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നഴ്സുമാരെ പോലെയുള്ള വളരെ കുറച്ച് മാത്രം ലീവുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണത്. അപ്പോൾ അവർ ഒത്തിരി ദിവസങ്ങൾ അവിടെ ലോസ് ആവുന്നുണ്ട്, ഫിനാൻഷ്യലി അവർക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരുന്നുണ്ട്. അതുപോലെ അവരുടെ മെൻ്റൽ ഫിസിക്കൽ ഓൾറെഡി അവർ സ്ട്രെസ്ഡ് ആണ് ഇവിടെ. അപ്പോൾ ഈ ഒരു യാത്ര തന്നെ അവർക്ക് വളരെ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഞങ്ങളുടെ കൊളീഗ്സൊക്കെ ആയിട്ട് അവർ ഈ ഒരു കാര്യം റേസ് ചെയ്യുന്നുണ്ട് ഒരു ഇഷ്യൂ ആയിട്ട്. അപ്പോൾ നമുക്കിതിന് എന്തെങ്കിലും ഒരു ആക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു. വൻകിട കമ്പനിയായതിനാൽ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് പ്രവാസികൾ കരുതി. ഇതിന് പകരം നേരിട്ടുള്ള സർവീസുകളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് ഉണ്ടായതെന്ന് പ്രവാസികൾ ആരോപിക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കൂടുതൽ സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ള ഉന്നത വിമാന കമ്പനികൾ, നേരത്തെ ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെടാത്ത ഉന്നത വിമാന കമ്പനികൾ അതുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് എത്തിച്ചേരുമെന്നാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ നേർവിപരീതമായാണ് കാര്യങ്ങളുണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJPയുടെ കയ്യിലാണ്. പക്ഷേ എന്താണോ എന്നറിയില്ല, തിരുവനന്തപുരം എയർപോർട്ടിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നാട്ടിലെ ജനപ്രതിനിധികൾ, തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികൾ, കേരള സർക്കാരുകൾ അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് നല്ല രീതിയിലുള്ള ഒരു യാത്ര മികച്ചതാക്കാനുള്ള ഒരു സംവിധാനത്തിൽ ഉറപ്പുവരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണമുണ്ടായിട്ട് പോലും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ജനപ്രതിനിധികളോ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുയോജ്യമായ പരിഹാരം കാണാൻ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. പ്രവാസി ക്ഷേമകാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന വർഷങ്ങളായുള്ള അവഗണനയുടെ വ്യക്തമായ തെളിവാണ് ഇതെന്ന് പ്രവാസി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിസന്ധി രൂക്ഷമായതോടെ സൗദിയിലെ തിരുവനന്തപുരം പാസഞ്ചേഴ്സ് അസോസിയേഷൻ, സിവിൽ ഏവിയേഷൻ അതോറിറ്റിയായ ഗാക്ക, വിവിധ സൗദി വിമാന കമ്പനികൾ എന്നിവരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനു പുറമെ വിഷയം ചൂണ്ടിക്കാട്ടി MP-മാർക്ക് നിവേദനം നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെ യാതൊരു അനുകൂല തീരുമാനവും ഉണ്ടായിട്ടില്ല. വൈകും തോറും അത്
പ്രവാസികൾക്ക് സൃഷ്ടിക്കുന്ന സാമ്പത്തിക സമയനഷ്ടങ്ങളും അടിയന്തര ഘട്ടങ്ങളിലെ മാനസിക പിരിമുറുക്കവും ചെറുതല്ല. വരും മാസങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് വീണ്ടും വർദ്ധിക്കും. ഈ സാഹചര്യത്തിൽ നേരിട്ടുള്ള സർവീസുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ വിമാന കമ്പനികളുമായി ചർച്ച നടത്തണം. സ്കൂൾ അവധി കഴിഞ്ഞ് സൗദിയിലേക്ക് പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ വൻ തുകയാണ് അവർക്ക് വിമാന കമ്പനികൾക്ക് നൽകേണ്ടി വരുന്നത്. കണക്ഷൻ സർവീസുകളെ മാത്രം സഹായിക്കാനുള്ള ഒത്താശയാണോ ഇതെന്നും പ്രവാസികൾ സംശയിക്കുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രവാസികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിയും സജീവമായി ഇടപെടണമെന്ന് പ്രവാസികൾ പറയുന്നു.